ഭാരതീയ സംസ്കാരം സ്ത്രീ വിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരു നാടകത്തിന് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനം കൊടുത്തു. നാടകത്തിലൂടെ രാമായണവും മഹാഭാരതവും പച്ചയായ സ്ത്രീ വിരുദ്ധതയാണ് എന്ന് സ്ഥാപിക്കാനാണ് ഈ അണിയറ പ്രവർത്തകർ ശ്രമിച്ചത്. വീരനാട്യം എന്ന നാടകത്തിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നത്. രമ്യ ചേർന്നുകൊണ്ട് വിശദാംശങ്ങൾ നൽകാനായി. രമ്യ, എന്താണ് ശരിക്ക് സംഭവിക്കുന്നത്? ശ്യാം ബാബു, ഈ ഹൈന്ദവ വിശ്വാസ പ്രകാരം നമ്മൾ പുണ്യഗ്രന്ഥമായി കരുതുന്നവയാണ് ഈ രാമായണവും മഹാഭാരതവും ഒക്കെ. എന്നാൽ ഇതിനെയെല്ലാം അവഹേളിക്കുന്ന ഒരു നാടകമായിരുന്നു കഴിഞ്ഞ ദിവസം ഈ മലപ്പുറം റവന്യൂ കലോത്സവത്തിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. വീരനാട്യം എന്നായിരുന്നു ഈ നാടകത്തിൻ്റെ പേര്. ഇതിനാണ് 1ാം സ്ഥാനം ലഭിച്ചത്. ഈ റവന്യൂ കലോത്സവത്തിൽ അരങ്ങേറിയ ഈ വീരനാട്യം കൃത്യമായി തന്നെ നമുക്ക് പറയാം, ഈ ഭാരതീയ സംസ്കൃതത്തിൽ എല്ലാം സ്ത്രീ വിരുദ്ധതയാണ് എന്ന് സ്ഥാപിക്കുന്നതായിരുന്നു ഈ ഒരു നാടകമുണ്ടായിരുന്നത്. അതായത് രാമായണവും മഹാഭാരതവും എല്ലാം പച്ചയായ ഒരു സ്ത്രീ വിരുദ്ധതയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഈ ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. അത്തരമൊരു ശ്രമമാണ് ഈ നാടകത്തിലൂടെ നാടകകൃത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനായി ടൂളാക്കുന്നതാകട്ടെ വിദ്യാർത്ഥികളെയുമാണ്. ഈ ഹൈന്ദവ പുരാണത്തിൽ വലിയ തോതിൽ തന്നെ ഒരു സ്ത്രീവിരുദ്ധം എന്ന് പറയാൻ ശ്രമിക്കുന്നത് വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് ഹിന്ദു സമൂഹവും അതുപോലെ തന്നെ നോക്കിക്കാണുന്നത്. മാത്രമല്ല, ഈ വേദിയിൽ ഈ സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം, അതായത് ചെറിയൊരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി ഇറങ്ങിപ്പോട എന്ന രീതിയിൽ തന്നെയാണ് അവിടെ നിൽക്കുന്ന ഒരു പുരുഷനോട് വലിയ രീതിയിൽ വിളിച്ചു പറയുന്നത്. ഇത്തരത്തിലൊരു വിളിച്ചു പറയലിലൂടെ എന്ത് സന്ദേശമാണ് ഇത്തരത്തിൽ ഈ സമൂഹത്തിൽ അതുപോലെ തന്നെ നൽകുന്നത് എന്നുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലൊരു വിഷയം, കാരണം ഈ മഹാഭാരതം അതുപോലെ തന്നെ രാമായണം തുടങ്ങിയവ നമുക്ക് കൃത്യമായി തന്നെ അറിയാം, നമ്മൾ വളരെ പുരാണ ഗ്രന്ഥമായി കരുതുന്നതാണ്. എന്തിനാണ് ഇത്തരത്തിൽ ഹൈന്ദവ അല്ലെങ്കിൽ സംസ്കാരത്തെ ഇത്തരത്തിൽ അത് വിശ്വാസികൾക്ക് കൂടി ഒരു വലിയ തോതിലുള്ളൊരു മുറിവുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മനസ്സിൽ. എന്തിനാണ് ഇത്തരത്തിലൊരു നാടകത്തിലൂടെ ഇത്തരത്തിലൊരു ആഹ്വാനം ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. കൂടാതെ തന്നെ ഈ 100 കണക്കിന് ആളുകൾ ഉണ്ടായിരുന്ന ഒരു സദസ്സിന് മുന്നിലായിരുന്നു ഇത്തരത്തിൽ കൊച്ചു പെൺകുട്ടികളെ കൊണ്ട് ഇത്തരത്തിൽ അസഭ്യം പറയിപ്പിക്കുന്ന നടപടി വേണമെന്നുള്ള ഉൾപ്പെടെയുള്ള വലിയ തോതിലൊരു ആവശ്യം ഹൈന്ദവ സമൂഹത്തിന് മുന്നിൽ നിന്നെല്ലാം ഉയരുന്നുണ്ട്. എന്ത് സന്ദേശമാണ് ഈ നാടകം നൽകുന്നെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ശ്യാം. രമ്യയാണ് വിശദാംശങ്ങൾ നൽകിയത്.